ഹലോ ഗൈസ്, അങ്ങനെ ജോക്കർ 2 സിനിമ ഞാൻ കണ്ടു. ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് തിയേറ്ററിൽ ഇരുന്നാണ് കണ്ടത്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല, ഇരുന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസ്, ജോണക്കിൻ ഫീനിക്സിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ പൊളി. ആ പെർഫോമൻസിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. പിന്നെ ലേഡി ഗാഗയുണ്ട്. എനിക്ക് പേഴ്സണലി ലേഡി ഗാഗയുടെ പെർഫോമൻസ് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ചിലവർക്ക് വർക്കായി കാണാം. പിന്നെ ഈ സിനിമയിൽ എനിക്ക് മെയിനായിട്ട് പ്രോബ്ലമായിട്ട് തോന്നിയതിനകത്ത് മ്യൂസിക്സാണ്. ഒരുപാടടുത്ത് അൺനെസസറി മ്യൂസിക് ഇട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് മ്യൂസിക്കൽ സിനിമയാണെന്ന് അറിയാം, ബട്ട് ആ മ്യൂസിക് ഇച്ചിരി കൂടിപ്പോയി. മ്യൂസിക് ഇച്ചിരി കുറച്ചിരുന്നേ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആവുമായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കി സിനിമ കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ജോക്കർ 2 കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട സംഭവം ഇതിൻ്റെ ഫ്രെയിംസാണ്. ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ കട്ട ബ്യൂട്ടിഫുൾ ഫ്രെയിംസാണ്. നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ ഈ സിനിമ ജോക്കർ 1 കമ്പയറേ ചെയ്യരുത്. 1 ഒരു പൊളി സിനിമയാണ്. ഇതതിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. ഇതൊരു ആവറേജ് പടം. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ കാണാം. പിന്നെ ഞാൻ മൂവി റിവ്യൂ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. പിന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നും കമൻറ്റിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ വീഡിയോസ് കാണണമെങ്കിൽ. ആൻഡ് ആസ് ഓൾവേസ് കീപ് ബീങ് ഓസം. ബൈ.